ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്താൽ സംസ്ഥാനത്തെ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് മുൻതൂക്കം. LDF 19 മാത്രമാണ് ലീഡ് നേടാനായത്. BJP 11 നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നിലെത്തി. 18 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും LDF പിന്നിലായി. 2019നേക്കാൾ UDFനും LDFനും വോട്ട് വിഹിതം കുറഞ്ഞിട്ടുണ്ട്. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സാജു, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം UDFന് തന്നെയാണ് വലിയ നേട്ടമുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു UDF തരംഗം തന്നെ സംസ്ഥാനത്തുടനീളം അലയടിച്ചു എന്നൊരു വിലയിരുത്തൽ തന്നെ എത്തിച്ചേരാമല്ലേ? UDF തരംഗമായിരുന്നു സംസ്ഥാനത്ത് എന്ന കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 41 നിയമസഭാ സീറ്റുകളിലാണ് ജയിക്കാനായത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ UDFന് 110 നിയമസഭാ സീറ്റുകളിൽ ആധിപത്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LDF 19 സീറ്റിലാണ് ഭൂരിപക്ഷം നേടാനായത്. NDA ആണ് മികച്ച മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും വിജയിക്കാൻ കഴിയാതെ പോയ NDA ഇത്തവണ 11 നിയമസഭാ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും തൃശൂർ പാർലമെന്റ് മണ്ഡലം ജയിച്ചതിനാൽ അവിടെ നിന്നുള്ള നിയമസഭാ സീറ്റുകളിലാണ് കൂടുതൽ മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA ഒന്നാമതെത്തിയിട്ടുണ്ട്. തൃശൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ എന്നിവയാണ് ആ നിയമസഭാ മണ്ഡലങ്ങൾ. തിരുവനന്തപുരത്ത് നേമത്തും കഴക്കൂട്ടത്തും NDA ഒന്നാമതെത്തി. ആറ്റിങ്ങൽ, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിലും NDA ഒന്നാമതെത്തിയിട്ടുണ്ട്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ NDAക്ക് 2ാം സ്ഥാനവും ഉണ്ട്. ഇനി വോട്ട് വിഹിതം പരിശോധിച്ചു കഴിഞ്ഞാൽ 2024 ആകുമ്പോഴേക്കും UDFന് 46.22% വോട്ട് വിഹിതം ലഭിച്ചു. LDFന് 34.63%, NDAക്ക് 19.18% ലഭിച്ചിട്ടുണ്ട്. ഇത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ LDFനും UDFനും വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ 3.62 വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു രസകരമായ വസ്തുത, സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും ഈ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് 2500-ലധികം വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷം LDFന് നേടാൻ കഴിഞ്ഞു. ബാലഗോപാലിന്റെ കൊട്ടാരക്കരയും കെ രാധാകൃഷ്ണന്റെ ചേലക്കരയും മാത്രമാണ് LDFന് ലീഡ് നൽകിയത്. ബാക്കി 18 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും LDF പിന്നാക്കം പോയി. CPIയുടെ 4 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും LDF പിന്നോട്ട് പോയി. CPMന്റെ 10 മന്ത്രിമാരിൽ 8 പേരുടെ മണ്ഡലങ്ങളിലും പിന്നാക്കം പോകുന്നതാണ് കണ്ടത്. ഘടകകക്ഷി മന്ത്രിമാർക്കും അവരുടെ മുന്നണിയെ അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് നിൽക്കുന്നു. എത്രത്തോളം UDF തരംഗം ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു വസ്തുത കൂടിയാണ്. 2019 അപേക്ഷിച്ച് ഇത്തവണ LDFനും അതുപോലെ തന്നെ UDFനും വലിയ വോട്ട് നഷ്ടമുണ്ടായിട്ടുണ്ട്. 11ഇടത്ത് NDA മുന്നിൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ 2ഇടത്ത് നിന്നും വലിയൊരു ഒഴുക്ക്, അടിയൊഴുക്ക് NDAയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതുകൂടിയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും 2ഇടത്തു നിന്നും വോട്ട് BJP അല്ലെങ്കിൽ NDA പാളയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മൾ പല മണ്ഡലങ്ങൾ, ഇപ്പം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2,48,000 വോട്ടിലേക്കായിരുന്നു കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ എത്തിച്ചത്. അത് 3 ലക്ഷത്തിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ V മുരളീധരന് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട്. ആ കണക്കുകൾ തന്നെ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലം നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ V മുരളീധരൻ പുതുതായി നേടിയെടുത്ത വോട്ടുകളായിരുന്നു അത്രയും ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് അതിനെ കൊണ്ടുപോയത് എന്ന വസ്തുത ബാക്കി നിൽക്കുന്നു. അവിടെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കം വോട്ട് V മുരളീധരനിലേക്ക് പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപക്ഷെ പരിശോധിച്ചാൽ NDAയുടെ ഭാഗമായി VDJS കൂടിയുണ്ട്. ഈഴവ വോട്ടുകൾ കൂടുതലായി ഇത്തവണ BJPയിലേക്ക് NDAയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന ഒരു അനുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം തുഷാർ വെള്ളാപ്പള്ളി 10,000-ലധികം വോട്ടുകളാണ് കോട്ടയത്ത് കൂടുതലായി നേടിയെടുത്തത്. മറ്റ് തിരുവനന്തപുരം അടക്കമുള്ള ഭാഗങ്ങൾ പരിശോധിച്ചാലും ഇത്തരത്തിൽ NDAയിലേക്ക് വോട്ടുകൾ കൂടുതലായി എത്തിച്ചേരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ടാണ് 3.62% വോട്ടിന്റെ വളർച്ച നേടിയെടുക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ NDAക്ക് സംസ്ഥാനത്ത് കഴിഞ്ഞിരിക്കുന്നത്. അത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡിലേക്ക് എത്തുന്നു. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ പല പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും എന്ന കാര്യം
കാര്യം ഉറപ്പാണ്. തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് കൈവിട്ടുപോയ നേമത്ത് ഇത്തവണ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മന്ത്രി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ MLA-യുടെ മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള ലീഡാണ് ഇത്തവണ BJP നേടിയെടുത്തത്. ഇത്തവണ LDFന്റെ UDF-ൽ നിന്ന് മാത്രമല്ല ഈ ഒഴുക്കുണ്ടായിട്ടുള്ളത്. സംസ്ഥാനമാകമാനുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ LDFന്റെ സ്വന്തം തട്ടകങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ വോട്ട് BJPയിലേക്ക് NDAയിലേക്ക് പോയതായി കാണാൻ കഴിയും.